പർവ്വതപ്രസംഗം. പർവ്വതപ്രസംഗം എന്നത് യേശുവിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഉപദേശങ്ങളിൽ ഒന്നാണ്. ഇത് മത്തായി സുവിശേഷത്തിൻ്റെ 5 മുതൽ 7 വരെ അധ്യായങ്ങളിൽ കാണാം. ഈ പ്രസംഗം യേശുവിൻ്റെ അനുയായികൾ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പുറമേയുള്ള പ്രവൃത്തികളെക്കാൾ ഹൃദയത്തിലെ മനോഭാവങ്ങളും ദൈവത്തോടുള്ള യഥാർത്ഥ സ്നേഹവുമാണ് ഇതിൻ്റെ മുഖ്യ ശ്രദ്ധ. പ്രസംഗം ആശീർവാദങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നു. ഇവിടെ യേശു ദൈവത്തിൻ്റെ കൺമുന്നിൽ യഥാർത്ഥമായി അനുഗ്രഹിക്കപ്പെട്ടവരാരാണെന്ന് വിശദീകരിക്കുന്നു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നത് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണെന്ന് ബോധിക്കുന്നവരെ കുറിച്ചാണ്. മൃദു സ്വഭാവികൾ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് വിനയമുള്ളവരെ കുറിച്ചും, നീതിയും ധർമ്മത്തിനും വേണ്ടി വിശപ്പും ദാഹവും അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് നന്മയ്ക്കും നീതിക്കും ആകാംക്ഷയുള്ളവരെ കുറിച്ചുമാണ്. ഈ ഉപദേശങ്ങൾ ലോകത്തിൻ്റെ സാധാരണ മൂല്യങ്ങളെ മറിച്ചിടുന്നു. യഥാർത്ഥ സന്തോഷം സമ്പത്തിനും അധികാരത്തിലും അല്ല, ദൈവസന്നിധിയിൽ ശരിയായി ജീവിക്കുന്നതിലാണ്. അടുത്തതായി യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവുമാണ്. ഉപ്പ് ഭക്ഷണം സംരക്ഷിക്കുന്നത് പോലെയും വെളിച്ചം ഇരുട്ടിനെ നീക്കുന്നത് പോലെയും ക്രിസ്ത്യാനികൾ ലോകത്ത് നന്മയും സത്യവും സ്നേഹവും പരത്തേണ്ടവരാണ്. തുടർന്ന് യേശു നിയമത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അവൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ നീക്കം ചെയ്യുന്നത് അല്ല, മറിച്ച് അതിൻ്റെ യഥാർത്ഥ അർത്ഥം വെളിപ്പെടുത്തുകയാണ്. ഉദാഹരണത്തിന്, കൊല ചെയ്യരുത് എന്ന കൽപ്പനയിൽ യേശു പറയുന്നത് കൊലപാതകം ഒഴിവാക്കുന്നത് മാത്രം മതിയല്ല, ഹൃദയത്തിലെ കോപവും വൈരാഗ്യവും ദോഷകരമാണെന്ന്. അതുപോലെ വ്യഭിചാരം ഒഴിവാക്കുന്നത് മാത്രം മതിയല്ല, ദുഷ്ടചിന്തകളും ദൈവത്തിൻ്റെ ആഗ്രഹത്തോട് വിരുദ്ധമാണെന്ന് അവൻ പറയുന്നു. ക്ഷമയും സ്നേഹവും സംബന്ധിച്ച് യേശു പഠിപ്പിക്കുന്നത് പ്രതികാരം അന്വേഷിക്കാതെ ക്ഷമിക്കുക എന്നതാണ്. മറുചെവി കാട്ടുക, ശത്രുക്കളെ സ്നേഹിക്കുക എന്നീ വാക്കുകൾ ദ്വേഷത്തെക്കാൾ ഉയർന്ന ദൈവസ്നേഹം കാണിക്കാൻ നമ്മെ വിളിക്കുന്നു. ഈ പ്രസംഗത്തിൽ കർത്താവിൻ്റെ പ്രാർത്ഥനയും ഉൾപ്പെടുന്നു. അതിലൂടെ യേശു ദീർഘമായ അല്ലെങ്കിൽ പ്രദർശനപരമായ പ്രാർത്ഥനകളല്ല, എളിയതും സത്യസന്ധവുമായ പ്രാർത്ഥനകളാണ് ദൈവത്തിന് പ്രസാദമുള്ളതെന്ന് പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി ദൈവത്തിൽ വിശ്വാസം വയ്ക്കുക എന്നും ദൈവരാജ്യത്തെ ആദ്യം അന്വേഷിക്കുക എന്നും യേശു ഓർമ്മപ്പെടുത്തുന്നു. അവസാനമായി യേശു ബുദ്ധിമാനെയും അജ്ഞാനിയെയും കുറിച്ച് പറയുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ തൻ്റെ ജീവിതം യേശുവിൻ്റെ വചനങ്ങളിൽ പണിയുന്നു. പാറമേൽ പണിത വീടുപോലെ ഉറച്ചതും നിലനിൽക്കുന്നതുമായിരിക്കും. പക്ഷേ അവൻ്റെ ഉപദേശങ്ങൾ അവഗണിക്കുന്നവർ മണൽമേൽ പണിത വീടുപോലെ ആകും. പർവ്വതപ്രസംഗം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം, വിനയം, വിശ്വാസം എന്നിവയിലൂടെ വരുന്ന യഥാർത്ഥ ധാർമ്മികതയെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. നിയമങ്ങൾ പാലിക്കുന്നതിലല്ല, കരുണയോടും നീതിയോടും ദൈവവിശ്വാസത്തോടും കൂടിയ ജീവിതത്തിലാണ് യേശു നമ്മെ വിളിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.